ആശാ വർക്കർമാരുടെ നിയമസഭാ മാർച്ച് തുടങ്ങിയിരിക്കുകയാണ്. പ്രതിഷേധ മാർച്ചിൽ നിറയെ ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. വലിയ ജനപങ്കാളിത്തം എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ നിന്നും പുറത്തുവരുന്ന വിവരങ്ങൾ. ഇന്ന് നിയമസഭ ആരംഭിക്കുന്ന ദിവസമായതുകൊണ്ട് തന്നെ നിയമസഭയിലേക്ക് മാർച്ച് നടത്തി തങ്ങളുടെ പ്രതിഷേധം പ്രകടിപ്പിക്കുകയാണ് ആശമാർ. ബിനിൽ ലീല സാബു ചേരുകയാണ് വിവരങ്ങളുമായി. ബിനിൽ, ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് മാർച്ചിന് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആരാണ് മാർച്ചിന് പ്രധാനമായും നേതൃത്വം നൽകുന്നത്? ആരാണ് അവിടെ നിയമസഭ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്? സംസ്ഥാനത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള ആശാപ്രവർത്തകരാണ് ഇന്ന് നിയമസഭാ മാർച്ചിനായി ഇവിടേക്ക് എത്തിയത്. അല്പസമയം മുമ്പാണ് സെക്രട്ടേറിയറ്റ് മുന്നിലെ അവരുടെ സമരപ്പന്തലിൽ നിന്നും നിയമസഭയിലേക്ക് ഈ മാർച്ച് ആരംഭിച്ചത്. ഏകദേശം 5000-ഓളം ആളുകൾ പങ്കെടുക്കുമെന്നാണ് നേരത്തെ ഭാരവാഹികൾ പറഞ്ഞത്. പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ അത്രത്തോളം ആളുകൾ എത്തിയിട്ടില്ല. എങ്കിലും വലിയ പിന്തുണ ഈ മാർച്ചിന് ഉണ്ട്. നിയമസഭയിലേക്ക് ആണ് മാർച്ച് നടത്തുന്നത്. ഇന്ന് സഭാ സമ്മേളനം തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് നിയമസഭയിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചത്. എന്തായാലും വിവിധ ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. അത് പ്രധാനമായും ഉള്ളത് ഓണറേറിയം വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായും അവർ ഉന്നയിക്കുന്നത്. ആ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്നാണ് ഈ ആശാപ്രവർത്തകർ പറയുന്നത്. എന്തായാലും സർക്കാർ നേരത്തെ ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും ചർച്ച പരാജയപ്പെടുകയായിരുന്നു. ഈ ആവശ്യങ്ങൾ പെട്ടെന്ന് നടപ്പിലാക്കാൻ കഴിയുന്നവയല്ല എന്നാണ് സർക്കാർ ഇവർ അറിയിച്ചത്. മന്ത്രി വീണ ജോർജ് അറിയിച്ചത്. ആ ചർച്ച പരാജയപ്പെട്ടു. അതിനുശേഷം വലിയ നാടകീയ സംഭവങ്ങൾ ഉൾപ്പെടെ സെക്രട്ടേറിയറ്റിലെ സമരപ്പന്തൽ ഉണ്ടായിരുന്നു. ഇന്നലെ വലിയ ശക്തമായ മഴയുണ്ടായിരുന്നു. ആ മഴയുണ്ടായിരുന്ന സമയത്ത് ഒരു ടാർപോളിൻ ഷീറ്റ് ഇവർ അവിടെ ഉപയോഗിച്ചിരുന്നു, വലിച്ചു കെട്ടിയിരുന്നു. പക്ഷേ പന്തലിൽ കെട്ടാൻ അനുവദിക്കില്ല എന്നാണ് പോലീസ് അറിയിച്ചത്. 2 തവണ ഇത് എടുത്തു മാറ്റാൻ ശ്രമിച്ചു. തുടർന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം ഇവിടേക്ക് വന്ന് അതിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ആശാപ്രവർത്തകർക്ക് കുടകൾ വാങ്ങി നൽകുകയും ചെയ്തു. എന്തായാലും വലിയ ജനപിന്തുണ സംശയമുണ്ട്. ഇത് തൊഴിലാളി വർഗത്തോടുള്ള സമീപനം, ഇവർ മുതലാളിമാരായി എന്നതിന്റെ തെളിവാണിത്. 2014 ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CPM സമരം നടത്തിയിരുന്നു. അവർക്ക് ഇതിനെന്താണ് പറയാനുള്ളത്? അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഈ തൊഴിലാളി സമരത്തിന് വിരുദ്ധമായ നിലപാട് സർക്കാർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവരെ പരിഹരിച്ച് ഈ സമരത്തിന് പരിഹാരം കാണാൻ സർക്കാർ തയ്യാറാണ്. സംഘടന എന്നാണ് ഇവരെ കുറിച്ച് പറഞ്ഞത്. അല്ല, ഒരു തൊഴിലാളി വർഗ നേതാവിന് എന്ത് അവകാശമുണ്ടത് പറയാൻ? പാട്ടപ്പിരിവ് ഇവർക്ക് എന്നാണ് പരിഹാസ്യമായത്? പാട്ടപ്പിരിവ് എന്നാണ് ഇവർക്ക് ഇല്ലാതായി മാറിയത്? സമര സംഘടനകളെ എങ്ങനെയാണ് CPM-ന്റെ തെട്ടൂരം വാങ്ങിയിട്ട് വേണോ സംഘടനകൾക്ക് സമരം ചെയ്യാൻ? CPM പറയുന്നതനുസരിച്ച് മാത്രമേ സമരം ചെയ്യാൻ പാടുള്ളൂ. CPM വിചാരിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമേ സമരം ചെയ്യാൻ പാടുള്ളൂ എന്നാണോ ഇവർ വിചാരിക്കുന്നത്? അപ്പോൾ ഇത് കേരളത്തിലെ തൊഴിലാളികളുടെ പ്രതിഷേധമാണ്. കേരളത്തിലെ സ്ത്രീകളുടെ സമര ചരിത്രമാണ്. ഈ സ്ത്രീകളുടെ സമരത്തെ നിങ്ങൾക്ക് എതിർത്ത് തോൽപ്പിക്കാൻ സാധിക്കില്ല. KK രമയുടെ പ്രതികരണമാണ് അവിടെ കണ്ടത്. സംസ്ഥാന സർക്കാർ ഒട്ടും അനുഭാവപൂർണമായ സമീപനമല്ല സ്വീകരിക്കുന്നത്. ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിനായി CPM സമരം ചെയ്തിട്ടുള്ളതാണ് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് KK രമ. അവിടെ അഞ്ജു, വലിയ ജനപങ്കാളിത്തമാണ് ഈ നിയമസഭാ മാർച്ചിൽ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ അവിടെ നിന്നും പുറത്തു വരുന്ന പ്രതികരണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ KK രമയുടേത് ടെലികാസ്റ്റ് ചെയ്തിരുന്നു. മറ്റെന്തൊക്കെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്? എത്രത്തോളം ആളുകളുടെ പിന്തുണ കിട്ടുന്നുണ്ട് ഈ നിയമസഭാ മാർച്ചിന് ആശമാർക്ക്? അഞ്ജു ജയപ്രകാശ്. വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം അത് തന്നെയാണ് ഈ നിയമസഭാ മാർച്ചിലെ കൂടി ആശാ വർക്കർമാർ സർക്കാരിന് മുന്നറിയിപ്പായിട്ട് നൽകുന്നത്. അതിന്റെ ഭാഗമായിട്ട് വലിയ തരത്തിൽ ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. വലിയ തരത്തിലുള്ള പ്രതിഷേധ മാർച്ചുമായിട്ടാണ് നിയമസഭാ കവാടത്തിന് മുന്നിലേക്ക് അവരെത്തുന്നത്. വലിയ മുദ്രാവാക്യങ്ങൾ ഇത് ഉയർത്തിക്കൊണ്ടാണ് ഈ നിയമസഭയിലേക്ക് കടന്നു വരുന്നത്. എന്തായാലും അവർ ഉന്നയിച്ച ആവശ്യം, അതിൽ പരിഹാരം ില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് അവരുള്ളത്. കാര്യങ്ങൾ വലിയ തരത്തിൽ ഇതിലും കടുത്ത പ്രതിഷേധത്തിലേക്ക് കൂടി അവർ നൽകുന്നുണ്ട് എന്നത് തന്നെയാണ് പറയാനുള്ളത്. ഈ ആശാവർക്കർമാരുടെ സമരത്തിൽ എല്ലാ ദിവസവും അവർക്ക് സമരപന്തലിൽ നമ്മൾ കണ്ടതാണ്.
ബിനിൽ ലീല സാബു കൂടി അവിടെ നിന്നും ചേരുന്നുണ്ട്. ബിനിൽ, വലിയ ജനപങ്കാളിത്തം തന്നെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും നിയമസഭ ആരംഭിക്കുന്ന ദിവസം നിയമസഭയിലേക്ക് ഇങ്ങനെ ഒരു മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്. അവരുടെ പ്രതിഷേധം പരമാവധി എത്തിക്കുവാനായി, അതും നിയമനിർമ്മാണ കേന്ദ്രത്തിന് മുന്നിലേക്ക് ആ സമരം. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള സുരക്ഷ അവിടെ ഒരുക്കിയിട്ടുണ്ട്? എത്രത്തോളം വനിതാ പോലീസുകാരുടെ സാന്നിധ്യമുണ്ട്? നമുക്കറിയാം നിറയെ സ്ത്രീകളാണ് ഈ മാർച്ചുമായി എത്തിയിരിക്കുന്നത്. അങ്ങനെ വനിതാ പോലീസുമാരുടെ സാന്നിധ്യമടക്കം മറ്റ് സജ്ജീകരണങ്ങളടക്കം എന്തൊക്കെയാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് ബിനിൽ? ആയിരക്കണക്കിന് ആളുകൾ, വനിതകൾ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ആശാപ്രവർത്തകർ ഇവിടേക്ക് ഈ സമരത്തിന്റെ ഭാഗമായി എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി 22 ദിവസമായി ഇവർ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം ചെയ്യുകയാണ്. ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്നാണ് ഇവർ പറയുന്നത്. പിന്നീട് വലിയ ജനപിന്തുണ ഇവർക്ക് ലഭിച്ചു. വിവിധ രാഷ്ട്രീയ സംഘടനകൾ പിന്തുണ ലഭിച്ചു. കോൺഗ്രസ് ഇവരെ പിന്തുണച്ചതോടൊപ്പം തന്നെ BJP പിന്തുണയുമായി സമരപന്തലിലേക്ക് എത്തുകയും ചെയ്തു. എന്തായാലും ഇന്ന് സംസ്ഥാനത്തുടനീളം പല ജില്ലകളിലും സമാനമായ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് കോൺഗ്രസ് ഇവർക്ക് അനുകൂലമായി TCC മാർച്ച് ഉണ്ടായിരുന്നു. ആ മാർച്ച് VD സതീശനാണ് ഉദ്ഘാടനം ചെയ്തതോടൊപ്പം തന്നെ മറ്റ് ജില്ലകൾ പാലക്കാട്, വയനാട്, മലപ്പുറം, എറണാകുളം ഈ 4 ജില്ലകളൊഴികെ ബാക്കിയുള്ള 10 ജില്ലകളിലും ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് ഈ പ്രതിഷേധ മാർച്ച് കോൺഗ്രസ് നടത്തുന്നുണ്ട്. നിലവിൽ വലിയ ജനപങ്കാളിത്തം അല്ലെങ്കിൽ ആശാപ്രവർത്തകരുടെ സാന്നിധ്യം ഈ നിയമസഭാ മാർച്ചിൽ ഉണ്ട്. അവർ ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം ഒന്ന് ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ സർക്കാർ പറയുന്നത് ഏറ്റവും കൂടുതൽ, അതായത് വിവിധ സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്നത് കേരളമാണ്. പക്ഷേ ആശാപ്രവർത്തകർ പറയുന്നത് അത് 21,000 ഉയർത്തണം എന്നുള്ള കാര്യമാണ്. പക്ഷേ അത് പെട്ടെന്ന് പരിഗണിക്കാൻ കഴിയുന്ന ഒന്നല്ല. സർക്കാർ തീരുമാനം വരണം എന്നാണ് മന്ത്രി അറിയിച്ചതും. പക്ഷേ ഈ സമരം അട്ടിമറിക്കുന്നത്, അല്ലെങ്കിൽ ഇവർ ആശാപ്രവർത്തകർ പറയുന്നത് സമരം അട്ടിമറിക്കുന്നതിന് സർക്കാർ ശ്രമിക്കുകയാണ് എന്നാണ്. അതിന്റെ കാരണമായി ഇവർ പറയുന്നത് ഈ ഹെൽത്ത് വോളണ്ടിയർമാർ നിയമിക്കാൻ സർക്കാർ തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ സമരം പൊളിക്കുന്നതിന് വേണ്ടി ആ ടാർപോൾ ഷീറ്റ് വലിച്ചു കെട്ടിയപ്പോൾ, മഴ കൊള്ളാതിരിക്കാൻ ടാർപോൾ ഷീറ്റ് വലിച്ചു കെട്ടിയപ്പോൾ അത് എടുത്തു മാറ്റുന്നതടക്കം പോലീസ് ഉപയോഗിച്ച് സർക്കാർ ചെയ്തു എന്നാണ് സമരക്കാർ പറയുന്നത്. അതിന്റെ ഭാഗമായി വലിയ പ്രതിഷേധവും ഇന്നലെ ഉണ്ടായിരുന്നു. നാടകീയ സംഭവങ്ങളൊക്കെ ഇവരുടെ സമരപന്തൽ ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ഇന്ന് നിയമസഭാ സമ്മേളനം പുനരാരംഭിച്ചിരിക്കുകയാണ്. അവിടേക്കാണ് ഇവർ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. നിലവിൽ ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ ഈ സമരം സെക്രട്ടേറിയറ്റ് മുന്നിൽ തുടരും എന്നാണ് പറയുന്നത്. കഴിഞ്ഞ 22 ദിവസമായി ഈ സമരം സെക്രട്ടേറിയറ്റ് മുന്നിൽ തുടരുകയാണ്. ഓരോ ദിവസവും വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ് ഇവിടേക്ക് എത്തുകയും ചെയ്തത്. എന്തായാലും സർക്കാർ പറയുന്നത്, അല്ലെങ്കിൽ CPM പറയുന്നത് ഇതിൽ SUC എന്ന സംഘടനയാണ് ഇതിന് പിന്നിൽ, അതിന് വേറെ മറ്റ് അജണ്ട ഉണ്ട് എന്ന കാര്യങ്ങൾ പറയുന്നതെന്നാണ്. ഇതിനെ പൂർണ്ണമായും ഇവർ തള്ളിക്കളയുകയും ചെയ്തു. എന്തായാലും നിലവിൽ ഇവർക്ക് പിന്തുണയുമായി വിവിധ രാഷ്ട്രീയ സംഘടനകൾ എത്തി. അതോടൊപ്പം തന്നെ ഇന്ന് പല ജില്ലകളിലും കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഇന്ന് നിയമസഭാ മാർച്ച് തുടങ്ങുന്നതിന് മുന്നോടിയായി തന്നെ ഇവിടേക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് കോൺഗ്രസിന്റെ വലിയ പ്രകടനമുണ്ടായിരുന്നു. അവർ എത്തി, ഇവർക്ക് ഐക്യദാർഢ്യം നൽകിയതിനു ശേഷമാണ് നിയമസഭാ മാർച്ച് ഇവിടേക്ക് തുടങ്ങിയത്. വലിയ ജനപങ്കാളിത്തം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആശാപ്രവർത്തകരാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലയിൽ നിന്നുള്ള ആശാപ്രവർത്തകർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്നാണ് ഇപ്പോഴും പറയുന്നത്. ലക്ഷ്മി, വലിയ സമരം തന്നെയാണ് അവിടെ നടക്കുന്നത്. ഒപ്പം ഈ ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവിടേക്ക് UDF നേതാക്കളുടെ ഒഴുക്ക് നമ്മൾ കണ്ടതാണ്. UDF ഏതാണ്ട് സമരം ഏറ്റെടുത്ത പോലെ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. ഈ നിയമസഭാ മാർച്ചുമായി ആശമാർ എത്തുമ്പോൾ അവരെ സന്ദർശിക്കാൻ UDF നേതാക്കൾ എത്തുന്നുണ്ടോ? എന്താണ് വിവരങ്ങൾ ബിനിൽ? സഭാസമ്മേളനം നടക്കുകയാണ്. ഇവിടേക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുതിർന്ന നേതാക്കൾ എത്തുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ എന്തായാലും സഭയിൽ തന്നെയാണ് സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് എത്തി ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. അങ്ങനെ സംസ്ഥാനത്തുടനീളം കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് നടക്കുന്നുണ്ട്. ഓരോ ജില്ലകളിലും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ ഉദ്ഘാടനത്തിനായി നിയോഗിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്ത് VD സതീശനാണ് ഉദ്ഘാടനം ചെയ്തത്. അല്ലെങ്കിൽ കൊല്ലത്ത് കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള ആളുകൾ, അങ്ങനെ പല ജില്ലകളിലായി നേതാക്കളെ നിയോഗിച്ച് അങ്ങനെ പൂർണ്ണമായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. VD സതീശൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറയുന്നത് തന്നെ ഇത് ന്യായമായ സമരമാണ്. ആ ന്യായമായ സമരത്തിന്
പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല സമരം തകർക്കാൻ സർക്കാർ ശ്രമിക്കുകയാണ്, പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ അത് ശ്രമിക്കുകയാണ് എന്നാണ് വി ഡി സതീശൻ ആരോപിക്കുന്നത്. വലിയ സമരങ്ങൾ ചെയ്തിട്ടുള്ള പാർട്ടിയാണ് CPM. അതുകൊണ്ട് തന്നെ ആ CPM ഇപ്പോൾ ഒരു തൊഴിലാളി സമരം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല. കമ്മ്യൂണിസ്റ്റ് സർക്കാർ അതിന്റെ മുഖം മാറി മുതലാളിത്ത CPM പാർട്ടിയായി മാറി എന്നാണ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തിയത്. നിലവിലെന്തായാലും സർക്കാർ ഇതിനെ പ്രതിരോധിക്കുന്നത് ഏറ്റവും കൂടുതൽ തുക ഓണറേറിയമായി നൽകുന്നത് സംസ്ഥാനമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ്. മറ്റ് പല സംസ്ഥാനങ്ങളുടെയും കണക്കുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഇക്കാര്യം സർക്കാർ പറയുന്നതും. മറ്റൊന്ന് കേന്ദ്രത്തെ പഴിചാരുകയാണ് സർക്കാർ. അത് പറയുന്നത് 100 കോടി രൂപ കിട്ടാനുണ്ട്. അതായത് ഇതിന് 60-40% ഈ തുക നൽകുന്നത്. ആശാ വർക്കേഴ്സ് എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ സ്കീമാണ്. സംസ്ഥാനം 40%, കേന്ദ്രം 60% തുകയാണ് ഇതിൽ നൽകേണ്ടത്. അതിൽ പക്ഷേ ഇൻസെന്റീവ് അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം 23-24 സാമ്പത്തിക വർഷത്തിൽ 100 കോടി രൂപ ഇതിന് നൽകാനുണ്ട്. അതിന് വലിയ പ്രതിസന്ധിയുണ്ട്. സംസ്ഥാനമാണ് ആ പണം അങ്ങനെ കൊടുത്തത്. ആ കിട്ടാനുള്ള തുക ഇടപെടുന്നതിന് വേണ്ടി പലതവണ കത്തയച്ചിട്ടും അത് മറുപടി പോലും ലഭിച്ചില്ല എന്നാണ് വീണ ജോർജ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ആശമാർ സമരം ചെയ്യേണ്ടത് ഇവിടെ സെക്രട്ടേറിയറ്റ് മുന്നിലല്ല, ഡൽഹിയിലേക്കാണ് അവർ സമരം ചെയ്യേണ്ടത്. കേന്ദ്രത്തിനെതിരെയാണ് സമരം ചെയ്യേണ്ടത്. അങ്ങനെ സമരം ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമരത്തിൽ താൻ പിന്തുണ നൽകും. ഡൽഹിയിൽ അവർക്കൊപ്പം പോയി സമരം ചെയ്യാൻ തയ്യാറാണ് എന്നാണ് വീണ ജോർജ് പറയുകയും ചെയ്തത്. മാത്രമല്ല CIT കഴിഞ്ഞ ദിവസം AG's ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഈ തുക, അതായത് 100 കോടി രൂപ കുടിശ്ശികയുള്ളത്, ആശാപ്രവർത്തകർക്ക് തുകയുള്ളത് അത് നൽകണം എന്നാവശ്യപ്പെട്ട് CITU ഒരു പ്രതിഷേധ മാർച്ച് AG's ഓഫീസിലേക്കും നടത്തിയിട്ടുണ്ട്. നിലവിൽ എന്തായാലും ഈ ജീവനക്കാർക്ക്, ആശാപ്രവർത്തകർക്ക് വലിയ പിന്തുണ, ഈ സമരത്തിന് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട്. കൂടുതൽ ആളുകൾ ഈ പിന്തുണയുമായി എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് BJPയും കോൺഗ്രസും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സമരം ആരംഭിച്ച് ഏകദേശം 5 ദിവസം പിന്നിട്ടപ്പോൾ തന്നെ അത്തരത്തിലൊരു വലിയ പിന്തുണ അവർക്ക് ലഭിച്ചു. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഇവിടേക്ക് സമരപന്തലിലേക്ക് വരുന്നു. BJPയുടെ മുതിർന്ന നേതാക്കൾ അവിടേക്ക് എത്തുകയും ചെയ്യുന്നു. അവർക്ക് സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ഈ സമരപന്തൽ സന്ദർശിച്ചപ്പോൾ ഒരു കാര്യം വ്യക്തമാക്കിയത്, ആവശ്യമെങ്കിൽ പ്രധാനമന്ത്രിയെ നേരിട്ട് കാണും, JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തും, എത്രയും പെട്ടെന്ന് ഡൽഹിക്ക് പോയി ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാക്കുമെന്നും അവർ അറിയിക്കുകയും സുരേഷ് ഗോപി അറിയിക്കുകയും ചെയ്തതാണ്. അതിനുശേഷമാണ് ഇവിടെ വലിയ ഒരു പ്രതിഷേധ പരിപാടിക്കിടെ വലിയ മഴ പെയ്തു. ആ മഴ പെയ്ത സമയത്താണ് ഒരു ടാർപോൾ ഷീറ്റ് മഴ നനയാതിരിക്കാൻ ഇവർ ഉപയോഗിച്ചത്. പക്ഷേ പന്തൽ കെട്ടിയുള്ള സമരം അത് അംഗീകരിക്കാൻ കഴിയില്ല, കോടതി ഉത്തരവുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ആ ടാർപോൾ ഷീറ്റ് എടുത്തു മാറ്റുകയാണ് ചെയ്തത്. പക്ഷേ അവർ വീണ്ടും ആ ഷീറ്റ് ഉപയോഗിച്ച് 2 തവണ അങ്ങനെ പോലീസ് എത്തി ഒരു വാക്കേറ്ററിലേക്ക് അടക്കം കാര്യങ്ങൾ പോയി. അപ്പോഴാണ് നാടകീയ രംഗങ്ങൾ ഉണ്ടായത്. പിന്നീട് സുരേഷ് ഗോപിയുടേക്ക് വരുന്നു, മറ്റ് നേതാക്കൾ വരുന്നു, ഇവർക്ക് കൂടെ നൽകുന്നു. അങ്ങനെ വലിയ പിന്തുണ നൽകുകയും ചെയ്യുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ കേന്ദ്രത്തിനെ പഴിചാരുമ്പോൾ തന്നെ സുരേഷ് ഗോപി എത്തിയതിനെ രൂക്ഷമായി തന്നെ CPM പരിഹസിച്ചിരുന്നു. കാരണം കേന്ദ്രം തുക നൽകാനുണ്ട്, എന്നിട്ടും സുരേഷ് ഗോപി അവിടേക്ക് എത്തി എന്നാണ് CPM പറഞ്ഞത്. പക്ഷേ ആശാപ്രവർത്തകന് മറുപടിയായി നേതാക്കൾ പറഞ്ഞത് സമരത്തിന് പിന്തുണയുമായി ആർക്കും കടന്നു വരാം എന്നുള്ള കാര്യമാണ് പറയുകയും ചെയ്തത്. കേന്ദ്രത്തിന് അങ്ങനെ ഒരു ക്ലീൻ ചിറ്റ് നൽകുന്നില്ല എന്നും ആശാ വർക്കേഴ്സിന്റെ സംഘടന വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും നിലവിൽ ഈ സമരം ശക്തമായി തുടരും. അതായത് ഈ നിയമസഭാ മാർച്ച് കൊണ്ട് ഇത് അവസാനിപ്പിക്കില്ല, തുടർന്നും ഈ സമരം തുടരുമെന്നാണ് ഈ ആശാപ്രവർത്തകർ പറയുന്നത്. 22 ദിവസം സെക്രട്ടേറിയറ്റ് മുന്നിൽ ഈ സമരം നടന്നു വരികയാണ്. അത് ഇനിയും തുടരും. ഇക്കാര്യത്തിൽ സർക്കാർ ഒരു പിടിവാശി കാണിക്കരുത് എന്നാണ് ഇവർ പറയുന്നത്. കാരണം ന്യായമായ ആവശ്യമാണ്. കാരണം ഇവർ ഏറ്റവും താഴെ തട്ടിൽ വാർഡിലടക്കം അവർ ജോലി ചെയ്യുകയാണ്. സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ആരോഗ്യ പരിപാലനമാണ് ചെയ്യുന്നത്. അത് 8 മണിക്കൂർ ജോലിയല്ല, 10-12 മണിക്കൂർ, ചിലപ്പോൾ 14 മണിക്കൂർ വരെ പോകുന്ന സ്ഥിതിയുണ്ട്. അങ്ങനെയുള്ള ഈ സാധാരണക്കാരായ ഇവർക്ക് കൂടുതൽ തുക നൽകുന്നത് അത് ന്യായമായ ആവശ്യമാണ് എന്നാണ് പറയുന്നത്. മിനിമം കൂലി സംസ്ഥാനത്ത് 600 രൂപയാണ്. അതുപോലും തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് 21,000 രൂപ ഓണറേറിയമായി വർദ്ധിപ്പിക്കണം എന്ന ആവശ്യം ഇവർ ഉന്നയിക്കുന്നത്. മാത്രമല്ല പിരിഞ്ഞു പോകുമ്പോൾ 5 ലക്ഷം രൂപ ആനുകൂല്യം നൽകണം, മാത്രമല്ല പെൻഷൻ ഏർപ്പെടുത്തടക്കമുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അത് ന്യായമായ ആവശ്യമാണെന്ന് തന്നെയാണ് പിന്തുണയ്ക്കുന്നവർ പറയുകയും ചെയ്യുന്നത്. ഇതിൽ പക്ഷേ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല എന്നാണ് വീണ ജോർജ് പറയുന്നത്. കാരണം ഇത് ഇവർ ആവശ്യപ്പെടുന്നത് വലിയ തുകയാണ്. 3 ഇരട്ടി വർധനമാണ് അതിലേക്ക് വരികയും ചെയ്യുന്നത്. മാത്രമല്ല ചില കണക്കുകൾ കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 7,000 രൂപയാണ് ഓണററി ലഭിക്കുക. പക്ഷേ ഇവർക്ക് ഇൻസെന്റീവ് ഉണ്ട്. ഇൻസെന്റീവ് അടക്കം ഒരു ആശാ പ്രവർത്തകർക്ക് പരമാവധി ലഭിക്കുന്ന തുക 13,500 രൂപയാണ്. അങ്ങനെ ലഭിക്കുന്ന ഒരു സംസ്ഥാനം കേരളം മാത്രമാണ് എന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്, ഇവിടെ പറയുന്നത്. എന്തായാലും സമരം ശക്തമായി തുടരുകയാണ്. ലക്ഷ്മി, ആവശ്യങ്ങൾ ആശമാരുടേത് ന്യായം തന്നെയാണ്. അപ്പോഴും കേന്ദ്രത്തിന് ഇതിലുള്ള പങ്ക് നമുക്ക്
കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്ന കണക്കും ഇന്ന് ആരോഗ്യമന്ത്രി സഭയിൽ നിരത്തുന്നുണ്ടായിരുന്നു. ബിനിൽ, ഇപ്പോൾ SUCIയുടെ ആഭിമുഖ്യത്തിലുള്ള സംഘടനയാണ് ആശാ വർക്കേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ സമരം നടത്തുന്നത്. നിലവിൽ എത്ര സംഘടനകളുണ്ട്? നേരത്തെ നമ്മൾ കണ്ടതാണ് AG's ഓഫീസിലേക്ക് CI2 ആഭിമുഖ്യമുള്ള ആശമാരുടെ സംഘടന സമരം നടത്തുന്നത് കണ്ടു. ഒരു വ്യക്തതയ്ക്കായി ചോദിക്കുകയാണ്, എത്ര സംഘടനകളാണ് ഉള്ളത് ഈ ആശാ വർക്കർമാർക്കിടയിൽ? ലക്ഷ്മി, ഇതിൽ രണ്ടിലധികം സംഘടനകളുണ്ട്. അങ്ങനെയാണ് ആശാപ്രവർത്തകരുടെ ഈ സംഘടനകൾ ഉള്ളത്. അതിൽ SUCI കീഴിലുള്ള സംഘടനയാണ് ഇപ്പോൾ ഇവിടെ പ്രതിഷേധമായി കഴിഞ്ഞ 22 ദിവസമായി സെക്രട്ടേറിയറ്റ് മുന്നിൽ ഈ സമരം തുടരുകയും ചെയ്തത്. CIT കഴിഞ്ഞ ദിവസം AG's ഓഫീസിലേക്കാണ് ഈ മാർച്ച് നടത്തിയത്. അത് നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്രം നൽകാൻ തുക ചൂണ്ടിക്കാട്ടിയിട്ടായിരുന്നു സമരം നടത്തിയതും. എന്തായാലും ഇത് SUCIയുടെ സമരമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റ് അജണ്ടകൾ തുടങ്ങിയ വാദങ്ങളൊക്കെയാണ് CPM മുന്നോട്ട് വെച്ചത്. പക്ഷെ അത് പൂർണ്ണമായും ഇവർ തള്ളുകയാണ്. ഇത് സ്വതന്ത്ര സംഘടനയാണ് എന്നാണ് ഇവർ അവകാശപ്പെട്ടത്. പക്ഷേ ഇത് SUCI കീഴിലുള്ള സംഘടന തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ എന്തായാലും വലിയ ജനപിന്തുണ അല്ലെങ്കിൽ ആശാപ്രവർത്തകരുടെ പിന്തുണ ഈ സംഘടനയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആശാപ്രവർത്തകർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടേക്ക് നിയമസഭയ്ക്ക് മുന്നിൽ മാർച്ചിൽ പങ്കെടുക്കാൻ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്, സംസ്ഥാനത്തെ പല ഭാഗത്തുള്ള ആശാ വർക്കർമാർ ഓരോ ദിവസവും ഇവിടേക്ക് വരുന്നു. അത് ഒരു റിലേ സമരം പോലെ ചില ആളുകൾ മടങ്ങുമ്പോൾ കൂടുതൽ ആളുകൾ മറ്റു ജില്ലകളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് വരുന്നു. അങ്ങനെയാണ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിലവിൽ എന്തായാലും 22 ദിവസമായെങ്കിലും ഈ സമരം ഇവിടെ അവസാനിപ്പിക്കില്ല, അത് തുടരുമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. സമരം തുടരുകയാണ്. വലിയ ജനപങ്കാളിത്തമാണ് ആശാവർക്കർമാരുടെ നിയമസഭാ മാർച്ചിൽ കാണാൻ കഴിയുന്നത്. വിവിധയിടങ്ങളിൽ നിന്നുള്ള സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ളവരുടെ പിന്തുണ ഈ ആശാ വർക്കർമാരുടെ സമരത്തിന് കിട്ടുന്നത് നമ്മൾ കണ്ടതാണ്. ഓണറേറിയം അടക്കം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അവരുടെ സമരം 22ാം ദിവസത്തിലാണ് ഇന്ന്. അപ്പോഴാണ് നിയമസഭയിലേക്ക് മാർച്ച് നടക്കുന്നത്. നിയമസഭ തുടങ്ങുന്ന ഈ ദിവസം അവിടേക്ക് വലിയ തോതിലുള്ള മാർച്ച് തന്നെയാണ് ആശാ വർക്കേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതേസമയം ഓണറേറിയം അടക്കം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ നൽകുന്നത് എന്ന് കണക്കുകൾ നിരത്തിയ ആരോഗ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടുമുണ്ട്. കേന്ദ്രത്തിൽ നിന്നും ചില്ലിക്കാശ് കിട്ടിയിട്ടില്ല, തരേണ്ട 100 കോടിയിൽ ചില്ലിക്കാശ് പോലും തന്നിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നു ആരോഗ്യമന്ത്രി. സമരത്തിൽ ആവശ്യങ്ങൾ നേടിയെടുക്കും വരെ സമരരംഗത്ത് തന്നെ തുടരും എന്നാണ് ആശാ വർക്കർമാർ ഇപ്പോൾ പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ മനോവീര്യം ചോർത്താൻ നോക്കേണ്ട എന്നുള്ള ഉറച്ച നിലപാടിലാണ് അവർ ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ടാർപോളിൻ കെട്ടുന്നതിലടക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ടാർപോളിൻ അഴിക്കുന്ന നടപടിയൊക്കെ ഉണ്ടായിരുന്നു. അവർ ആ പെരുമഴയത്ത് ഇരുന്നിട്ടാണെങ്കിൽ പോലും സമരം ചെയ്യും എന്നുള്ള നിശ്ചയദാർഢ്യത്തോടെയാണ് അവർ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിച്ചേർന്നത്. അവരാണിപ്പോൾ നിയമസഭയിലേക്ക് ശക്തമായ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്.